കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വിനീതമായ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി പരസ്യമായി നിൽക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും ദാനമായി തന്ന കർത്താവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ ദൈവദാസന്മാരെയും എല്ലാ സഹോദരീ സഹോദരന്മാരെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വിശേഷാൽ നമ്മുടെ സഭയ്ക്ക് ഇക്കാലഘട്ടത്തിൽ നേതൃത്വം നൽകുവാൻ ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ടവരായ അനുഗ്രഹീതരായ അപ്പോസ്തലന്മാർ, പിതാക്കന്മാർ, ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഈ പ്രാവശ്യവും ഈ മഹായോഗത്തിൽ പങ്കെടുക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ, എന്നെയും കൂടെ ഉൾപ്പെടുത്തുവാൻ മുൻകൈയെടുത്ത ഈ കൺവെൻഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനപ്പെട്ട ദൈവദാസന്മാരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നെ ദൈവവചനം പഠിപ്പിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്ത ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഇന്നത്തെ വചനധ്യാനത്തിന് വേണ്ടി നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പി. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്ക് വേണ്ടി അങ്ങേ വാഴ്ത്തുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം. ഞങ്ങൾ അവിടുത്തെ മക്കൾ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ വർഷവും ഞങ്ങളുടെ ജനറൽ കൺവെൻഷനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടത്തുവാൻ കർത്താവിന് കൃപ തോന്നിയതുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തുതിക്കുന്നു. തുടർന്ന് ഞങ്ങളോട് അരുളി ചെയ്യുവാൻ പോകുന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കർത്താവ് നൽകിയ വിഷയത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. ജനത്തിന് ഇത് വേണ്ടതുപോലെ മനസ്സിലാകുവാനും അങ്ങനെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ചയുടെ ആവശ്യകതയെക്കുറിച്ച് ജനം ബോധവാന്മാരാകുവാനും ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി പ്രസംഗിക്കുകയാണ് ഒരു സുവിശേഷകൻ്റെ ജോലി. എന്നാൽ യേശു കർത്താവിനെ രക്ഷകനായി ലോകത്തിന് പരിചയപ്പെടുത്തി കഴിയുമ്പോൾ സുവിശേഷകൻ്റെ ജോലി തീരുകയല്ല. സഭയിൽ ഇടയന്മാരും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ടീച്ചേഴ്സുമെല്ലാം പിന്നീട് അവരെ ശുശ്രൂഷിക്കുന്നു.
ഇന്ന് ഞാനിവിടെ വായിച്ച വചനം കൊലോസ്യക്കാർക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എഴുതിയ വാക്കുകളാണ്. ഇവരോട് ആദ്യമായി സുവിശേഷം പറഞ്ഞത് പൗലോസ് അല്ല, എപ്പഫ്രാസ് എന്ന മനുഷ്യനാണ്. അദ്ദേഹം ഇവരോട് സുവിശേഷം പറഞ്ഞപ്പോൾ അവർ സുവിശേഷം കേട്ടു, അവർ യേശുവിനെ വിശ്വസിച്ചു. ആ വിശ്വാസം അവരിൽ രൂപാന്തരമുളവാക്കി, അവരിൽ പ്രത്യാശ ഉളവാക്കി, സ്നേഹം ഉളവാക്കി. അവർക്ക് വിശ്വാസമുണ്ടായി, അവരിൽ മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾ 95% അവരുടെ അകത്ത്, അതായത് ചിന്തയിൽ, വിചാരങ്ങളിൽ, ആഗ്രഹങ്ങളിൽ, സ്വപ്നങ്ങളിലാണ് ആ മാറ്റം വന്നത്. ഇങ്ങനെ മാറ്റം വന്ന ഇവരെ അതിൽ തൃപ്തിപ്പെട്ട് അതിനെക്കുറിച്ച് ഓർത്ത് കൈകൊട്ടി പാടി അങ്ങനെ ജീവിക്കുക എന്നതിൽ നിന്ന് അല്പം കൂടെ മുന്നോട്ട് അവരെ കൊണ്ടുപോകുവാൻ പൗലോസ് എന്ന അപ്പോസ്തലനെ ദൈവം ഉപയോഗിക്കുന്നു. സുവിശേഷകന്റെ ശുശ്രൂഷ അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇടയന്റെയും അപ്പോസ്തലന്റെയും ശുശ്രൂഷ അല്ലെങ്കിൽ അനന്തര ശുശ്രൂഷകൾ അവരെ തികവിലേക്ക് നടത്തുന്നു. ഈ അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന് 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. വചനം പ്രസംഗിക്കുന്നതിൻ്റെ ഉദ്ദേശം കേൾവിക്കാരെ സഭ മാറ്റാനല്ല, അല്ലെങ്കിൽ സഭ മാറ്റാൻ മാത്രമല്ല, കേൾവിക്കാരെ തികഞ്ഞവരാക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചന കേൾവി കൊണ്ട് സംഭവിക്കേണ്ടത് നമ്മൾ ഈ യോഗം കേട്ടൊരു ഹല്ലേലൂയ പറയുകയല്ല. നമ്മുടെ യോഗം ഏറ്റവും വിജയപ്രദമായി തീരുന്നത് ആളുകൾ ആമേൻ പറയുന്നതിലാണ് എന്നൊരു ധാരണ അറിയാതെ നമുക്ക് പരന്നിട്ടുണ്ട്. യോഗത്തിൽ ആമേൻ പറയുകയും ജീവിതത്തിൽ മാറ്റം വരാതിരിക്കുകയും ചെയ്താൽ അതുകൊണ്ട് എന്താ പ്രയോജനം? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ നിങ്ങളോട് പറയാം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായി സുവിശേഷ യോഗം കേൾക്കാൻ പോയി. കേട്ടിട്ട് വന്നപ്പോൾ അയാളുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഫ്രണ്ട്സും ഒക്കെ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു, എന്തായിരുന്നു പ്രസംഗ വിഷയം എന്തായിരുന്നു? ഞാൻ ആദ്യമായിട്ട് കേട്ടതുകൊണ്ട് ഒരു പിടിയില്ല, വിവരിച്ച് പറയാൻ പറ്റുന്നില്ല. കുറെ നേരം തപ്പിയച്ചവൻ പറഞ്ഞു, എനിക്ക് വിഷയമൊന്നും അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ കട്ടി മാറ്റിയില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോവുകയില്ല. അപ്പം അതെന്നാന്ന് ആളുകൾക്ക് പിടികിട്ടിയില്ല. അപ്പം വിശദമായി ചോദിച്ചപ്പോൾ ഇയാളൊരു കച്ചവടക്കാരനാണ്. അപ്പം ഇയാളുടെ ഈ കട്ടി, 1 കിലോ കട്ടി പുള്ളി 950 വെച്ചിരിക്കുക. 950 എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസം ഇല്ലല്ലോ, 50 ഗ്രാം അല്ലേ ഉള്ളൂ. അങ്ങനെ ഓരോ ദിവസവും 100 പേര്, 200 പേര്, 1000 പേര്, 2000 പേർക്ക് സാധനം തൂക്കി വിൽക്കുമ്പോൾ 50 ഗ്രാം വെച്ച് പുള്ളിയുടെ പേഴ്സിലോട്ട് പോരും. സുവിശേഷ പ്രസംഗത്തില് ഗോഗുമാഗോഗ് യുദ്ധമാണോ എടുത്തതെന്ന് പുള്ളി ഓർക്കുന്നില്ല, പക്ഷെ കട്ടി മാറ്റിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുകയെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. നമ്മൾ ഏത് യോഗം കേട്ട് എത്ര കൈയടിച്ചാലും കട്ടി മാറ്റിയില്ലെങ്കിൽ എന്നാ പ്രയോജനം? പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, കട്ടി മാറ്റാൻ തീരുമാനിച്ചു. ഈ 85 കൊല്ലം യോഗം കേട്ടിട്ട് കട്ടി മാറ്റിയോ? സ്വത്രം
950 എന്നുള്ളത് 900 ആയോ? അതാ പരിശോധിക്കേണ്ടത്. ഇവിടെ വെച്ച് രാമൻ പറയുന്നത് ഞങ്ങൾക്കൊരാശ്വാസമാണ്, അത് നിർത്തിക്കളയരുത്. നിങ്ങൾ ഹല്ലേലൂയയൊക്കെ കൈവക്കി പറയും, ഞങ്ങൾക്ക് എന്തൊരു സമാധാനം എന്നറിയോ? കാരണം ഇത് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരിതാ. എന്നാൽ അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല, ഞങ്ങൾക്ക് പ്രയോജനമുണ്ട്. നിങ്ങൾക്ക് പ്രയോജനം ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിത് പ്രയോജനം കിട്ടും. ഒരുപക്ഷെ പ്രസംഗിക്കുന്നവരെക്കാൾ അനുഗ്രഹിക്കപ്പെടും ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്തവർ. അപ്ലൈ ചെയ്യാതെയും പ്രസംഗിക്കാം. അതുകൊണ്ട് ഉദാഹരണമാണെങ്കിലും ഒന്നുകൂടെ പറയുന്നു, കട്ടി മാറ്റുക. അതാണ് ഇപ്പൊ ഇതുകൊണ്ടൊക്കെ സംഭവിക്കേണ്ടത്. ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ട് 2:6 പൗലോസ് എഴുതുന്നത്, നിങ്ങളോട് സുവിശേഷം പറഞ്ഞ എപ്പഫ്രാസ് നിങ്ങളെ പറ്റി എന്നോട് പറഞ്ഞു. അധ്യായം 1 വാക്യം 6, 7, 8 വായിക്കണ്ട. നിങ്ങളോട് സുവിശേഷം പറഞ്ഞ എപ്പഫ്രാസ് നിങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ നിങ്ങളോട് ചില കാര്യം പറയേണ്ടിയിരിക്കുന്നു എന്ന്. അഥവാ ഒരു സുവിശേഷകന്റെ ശുശ്രൂഷ കൊണ്ട് മാത്രം നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല. നിങ്ങൾക്ക് ഇനിയും അതിനേക്കാൾ ഡീപ്പായ സന്ദേശങ്ങൾ ആവശ്യമുണ്ട്. അത് പൗലോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറയുവാൻ വേണ്ടി അദ്ദേഹം എഴുതി തുടങ്ങുന്നതിലെ പ്രധാന ഭാഗം ഇവിടെ ആരംഭിക്കുകയാണ്. ആകയാൽ എന്ന് താൻ ഉദ്ദേശിക്കുന്നത് അതുവരെ എന്തൊക്കെ സംഭവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആകയാൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുവരെ എന്താ സംഭവിച്ചത്? നമ്പർ 1, എന്തുകൊണ്ട് നാം തികവ് പ്രാപിക്കണം, എങ്ങനെ തികവ് പ്രാപിക്കാം എന്ന ആശയത്തിലൂടെ ഈ ചിന്ത മുന്നോട്ട് പോകും. കൊലോസ്യർ 1:3 വായിക്കാം. 1:3 സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ സുവിശേഷം കേട്ടു. എന്താ കേട്ടത്? സ്വർഗത്തെ കുറിച്ച് കേട്ടു. അവിടെ ഓരോ വ്യക്തിക്കും വേണ്ടി പ്രത്യേകം റിസർവ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. വാസ്തവത്തിൽ സുവിശേഷത്തിന്റെ ബാലപാഠം കേട്ടപ്പോൾ തന്നെ സ്വർഗത്തെ കുറിച്ചാണ് കേട്ടത്. സ്വർഗീയ പ്രത്യാശയെ കുറിച്ചല്ലാത്ത സുവിശേഷം വേറൊരു സുവിശേഷമാണ്. ഭൂമിയിലെ സൗഭാഗ്യത്തെ കുറിച്ച് മാത്രമുള്ള ഒരു സുവിശേഷം അത് പൂർണ്ണമല്ല, അത് വ്യാജമാണ്. അതിന്റെ പേരാണ് വേറൊരു സുവിശേഷം. സുവിശേഷത്തിന്റെ ബാലപാഠം എപ്പഫ്രാസ് ഉപദേശി കൊലോസിയിൽ പ്രസംഗിച്ചപ്പോൾ അവർ കേട്ടത് സ്വർഗത്തെ കുറിച്ചാണ്. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശയെ കുറിച്ചാണ് കേട്ടത്. സുവിശേഷം കേട്ടിട്ട് സ്വർഗീയ പ്രത്യാശ ലഭിച്ചില്ലെങ്കിൽ ആ സുവിശേഷം കൊണ്ട് എന്ത് ഗുണം? ഭൂമിയിലെ അഭിവൃദ്ധി വേണം വേണ്ടെന്ന് പറയുന്നില്ലെങ്കിലും അത് പറയാൻ അനേക മതങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ സ്വർഗത്തെ കുറിച്ച് പറയാൻ ഒറ്റ കൂട്ടരേ ഉള്ളൂ, അത് സുവിശേഷകരാണ്. സ്വർഗീയ പ്രത്യാശയെ കുറിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ് സുവിശേഷകന്റെ ജോലി. സത്യവചനത്തിൽ, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ, മനോഹരമായ വാക്കുകളാണ്. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ
നിങ്ങൾ മുമ്പ് കേട്ടതായി പൗലോസിന്റെ കയ്യിൽ ഇവരെ കിട്ടുന്നതിന് മുമ്പ്, പൗലോസിന്റെ മെസ്സേജ് ഇവർ കേൾക്കുന്നതിന് മുൻപ്, ഇവർ ഒരു സുവിശേഷകന്റെ മെസ്സേജ് കേട്ടു. ആ മെസ്സേജിനകത്ത് സ്വർഗീയ പ്രത്യാശയെ കുറിച്ചാണ് അവർ കേട്ടത്. അവർ എങ്ങനെയാണ് കേട്ടത് എന്ന് 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. വാക്യം 6. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. നോക്കൂ ആ വാക്കുകളുടെ ശക്തി. സുവിശേഷം കേട്ടപ്പോൾ സ്വർഗത്തെ കുറിച്ച് കേട്ടു. 2, സുവിശേഷം കേട്ടപ്പോൾ ദൈവകൃപയെ കുറിച്ച് കേട്ടു. സ്തോത്രം. സുവിശേഷം കൃപയുടെ സുവിശേഷമാണ്. മനുഷ്യന്റെ പ്രവർത്തികളല്ല, ദൈവത്തിന്റെ കൃപയാണ് സുവിശേഷത്തിന്റെ കാതലായ മെസ്സേജ്. അപ്പോൾ എപ്പഫ്രാസ് അത്ര ജൂനിയർ ഉപദേശിയൊന്നും അല്ല. ഫണ്ടമെന്റൽ ഡോക്ട്രിൻ അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു. ഒരൊഴപ്പം പ്രസംഗം നടത്തി അവരെ ഒരു ആവേശം പിടിപ്പിച്ച് നിർത്തുകയല്ലായിരുന്നു, സ്വർഗത്തെ കുറിച്ചൊരു കറതീർന്ന പ്രത്യാശ അവരുടെ അകത്തളത്തിൽ എഴുതി കൊടുത്തു. മാത്രമല്ല, മനുഷ്യന്റെ അധ്വാനമല്ല, ദൈവത്തിന്റെ കൃപയാണ് വലുതെന്നും എഴുതി കൊടുത്തു. നോക്കൂ വാക്യം 6, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. അപ്പോൾ അവർ സുവിശേഷം ഉഴപ്പിയല്ല കേട്ടത്, വളരെ കൃത്യതയോടെ, വളരെ ശ്രദ്ധയോടെ, യാഥാർത്ഥ്യബോധത്തോടെ കേട്ടു. യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു, കേട്ടാട്ടെ. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടാൽ അവൻ വർദ്ധിക്കും, അവൻ ഫലം കായ്ക്കും. ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടില്ലെങ്കിൽ വർദ്ധിക്കുകയുമില്ല, ഫലം കായ്ക്കുകയുമില്ല. പ്രിയരെ, സുവിശേഷം കേൾക്കുവാൻ നിങ്ങൾക്കൊരു അവസരം കൂടെ കിട്ടിയിരിക്കുന്നു. ഞാൻ വേഗത്തിൽ പോകുന്നു. എന്നാൽ ഈ സുവിശേഷം ഇവർ കേൾക്കുന്നതിന് മുമ്പ് ഇവരെന്തായിരുന്നു, അതും ഈ അധ്യായത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പൗലോസ് ഇവരോട് പ്രസംഗിക്കുന്നതിന് മുമ്പ്, എഴുതുന്നതിന് മുമ്പ് എപ്പഫ്രാസ് ഇവരോട് പ്രസംഗിച്ചു. അതിനു മുമ്പ് ഇവരാരായിരുന്നു എന്ന് 1:21 കാണാം. 1:21 മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും. ഈ സുവിശേഷം, എപ്പഫ്രാസിന്റെ സുവിശേഷം കൊലോസ്യക്കാര് കേൾക്കുന്നതിന് മുമ്പ് അവർ ദുഷ്പ്രവർത്തിക്കാരായിരുന്നു. 2, മനസ്സുകൊണ്ടകന്നവരായിരുന്നു. 3, ശത്രുക്കളായിരുന്നു. സുവിശേഷം കേൾക്കാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥയാണിത്. ചെറിയ പാപി വലിയ പാപി എന്നില്ല. സുവിശേഷം കേൾക്കാത്ത ഏതൊരു മനുഷ്യനും ദുഷ്പ്രവർത്തിക്കാരുടെ ലിസ്റ്റിലാണ്. അവൻ മനസ്സുകൊണ്ടാകുന്നവനാണ്, അവൻ ശത്രുവാണ്. എന്താ ഈ മനസ്സുകൊണ്ടകന്നെന്ന് പറഞ്ഞത്? അർത്ഥമുണ്ട്, വെറുതെ എഴുതിയതല്ല. മനസ്സുകൊണ്ടേ അകന്നിട്ടുള്ളൂ, വാ കൊണ്ടകന്നിട്ടില്ല. വാ കൊണ്ട് ദൈവമേ എന്ന് വിളിക്കുമെങ്കിലും ഹൃദയം ദൈവത്തിൽ നിന്ന് ദൂരെയായിരുന്നു. അങ്ങനെ ദുഷ്പ്രവർത്തിക്കാരും മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന ഇവർ എപ്പഫ്രാസ് ഉപദേശിയുടെ സുവിശേഷത്താൽ എന്തായി തീർന്നു എന്ന് അടുത്ത വാചകത്തിലുണ്ട്. വായിക്കാം. വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തീർന്നു. ഇതാണ് സുവിശേഷം വരുത്തുന്ന മാറ്റം. അതിനെക്കുറിച്ച് അപ്പോസ്തലൻ ഒറ്റ വാക്കിൽ ഒതുക്കി. 2:6 ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ എന്ന് പറയുമ്പോൾ അവരുടെ പൂർവചരിത്രം ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ്. യേശുവിനെ കൈക്കൊണ്ടതാണ് അവരുടെ ജീവിതത്തിലെ സകല മാറ്റത്തിനും കാരണം. ഇത് കുമ്പനാട് കൺവെൻഷനാണ്.
ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയാണിത് നടത്തുന്നതെങ്കിലും പങ്കെടുക്കുന്നത് IPC-കാർ മാത്രമല്ല, ഈ ദേശത്തിന്റെ കൺവെൻഷനാണിത്. നാനാ ജാതി മതസഭാ വിഭാഗക്കാർ വലിയ പ്രതീക്ഷയോടെയാ കുമ്മനാട് കൺവെൻഷന് വരുന്നത്. ആയുസ്സിൽ ഒരിക്കൽ പോലും സുവിശേഷത്തിന്റെ സത്യവചനം തിരിച്ചറിയാത്ത ഒരാള് ഇന്ന് ഈ പന്തലിൽ ഉണ്ടോ? ഉണ്ടാവും, ഇല്ലാതെ വരില്ല. സുവിശേഷം എവിടെ പ്രസംഗിച്ചാലും രക്ഷിക്കപ്പെടാത്ത ആളുകൾ ഉണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ, യേശുവിനെ കൈക്കൊണ്ടു എന്നതാണ് ഇവരുടെ ജീവിതത്തിലെ സകല മാറ്റത്തിനും കാരണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് യേശുവിനെ കൈക്കൊള്ളാം. നിങ്ങൾക്ക് ഒരു ഡോക്ടറെ അല്ല ലഭിക്കുന്നത്. ചിലർക്ക് യേശു ഡോക്ടറാ. ഏതെങ്കിലും രോഗം മാറിക്കഴിഞ്ഞ് ഡോക്ടറെ ഫോൺ വിളിച്ച് എന്നാ വിശേഷം എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല. രോഗം തീർന്നാൽ ഡോക്ടറെ മതി, വിട്ടു. ചിലർക്ക് യേശു ഡോക്ടറാ. രോഗം മാറിക്കഴിയുമ്പോൾ അവർക്ക് ബന്ധം തീർന്നു. ചിലർക്ക് യേശു സൂപ്പർ മാർക്കറ്റുകാരനാണ്, സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളാണ്. ചിലർക്ക് യേശു ഗസ്റ്റാണ്. എന്നാൽ പൗലോസിന്റെ ഭാഷ വീണ്ടും ഞാൻ പറയട്ടെ, നിങ്ങളൊരു മതത്തിൽ ചേരുകയോ ഒരു മതത്തെ നിങ്ങളിലേക്ക് ചേർക്കുകയോ അല്ല ചെയ്തത്, നിങ്ങളൊരു വ്യക്തിയെ സ്വീകരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ കർത്താവായ യേശുവിനെയാ കൈക്കൊണ്ടത്. അവനെ നിങ്ങൾ കൈക്കൊണ്ടപ്പോൾ നിങ്ങൾക്കൊരു വൈദ്യനെ ആണോ കിട്ടിയത്? അതെ, വൈദ്യനെ കിട്ടിയിട്ടുണ്ട്. അവൻ നിന്റെ സകല ലോകവും സൗഖ്യമാക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ സകല ആവശ്യവും നടത്തുന്ന ഒരുവനെയാ നിങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിപ്പിക്കരുത്. അവനെ നിന്റെ നിത്യ സ്നേഹിതനായി തിരിച്ചറിയുന്നതിലാണ് സുവിശേഷം നിങ്ങൾക്ക് ഫലവത്താകുന്നത്. യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മതപരമായ ചടങ്ങല്ല. എന്നും എപ്പോഴും 24 മണിക്കൂറും പിരിയാത്തൊരു സ്നേഹിതനായിട്ട് യേശുവിനെ കണ്ടെത്തുന്നതാണ് ഒരുവന്റെ രൂപാന്തരത്തിന് തുടക്കം. ഇന്ന് രാത്രിയിൽ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാളെങ്കിലും ഈ ശബ്ദം ഇന്നോ നാളെയോ കേൾക്കുന്നു എങ്കിൽ തിരിച്ചറിയുക, ഒരു മനുഷ്യന് ഈ ആയുസ്സിൽ വെച്ച് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ കാര്യമാണ് യേശുവിനെ സ്വീകരിക്കുക എന്ന്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അങ്ങനെ സ്വീകരിച്ചാൽ അവനെ നിങ്ങൾക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഞായറാഴ്ച വരുമ്പോൾ ഒരു ഭക്തി, അതെല്ലാവർക്കും ഉള്ളതാണ്. പള്ളി കാണുമ്പോൾ ഒരു ഭക്തി, അതില്ലാത്ത ആരാ ഉള്ളേ? ശവക്കോട്ട കാണുമ്പോഴും കുരിശും തൊട്ടി കാണുമ്പോഴും ആർക്കാ ഭക്തി ഇല്ലാത്ത? എന്നാൽ അതിൽ നിന്ന് എത്രയോ വ്യത്യാസമാ സുവിശേഷം. ക്രിസ്തുവിനെ പള്ളി വെച്ചല്ല അവൻ അനുഭവിക്കുന്നത്. ക്രിസ്തുവിനെ ശവക്കോട്ടെ വെച്ചല്ല അവൻ അനുഭവിക്കുന്നത്. 24 മണിക്കൂറും അവന്റെ ശ്വാസം പോലെ അവൻ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം മാത്രമേ ക്രിസ്തു. ഇന്ന് രാത്രി സുഹൃത്തെ, മതമല്ല മാറേണ്ടത്, ക്രിസ്തു നിന്റെ അകത്തു വരണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞാൻ എന്റെ സുവിശേഷ യാത്രയിൽ പെന്തിക്കോസുകാരെ ഇഷ്ടമില്ലാത്തവരെ കണ്ടിട്ടുണ്ട്, ഉപദേശിമാരെ കണ്ണെടുത്തെടുത്ത് കാണരുതാത്തവരെ കണ്ടിട്ടുണ്ട്, അങ്ങനെ പല ഗ്രൂപ്പിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈശോ മിശിഹായെ ഇഷ്ടമില്ലാത്ത ആരെയും കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പറയുന്നു, യേശുവിനെ സ്വീകരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒന്നാമത്തെ ചവിട്ടുപിടി. അങ്ങനെ സ്വീകരിച്ചാൽ
അതൊരു മതപരമായ ചിന്തയിൽ നിന്ന് പുറത്തു വരണം. തിങ്കളും ചൊവ്വായും രാവിലെ ഉച്ചയ്ക്കും 4 മണിക്കും 5 മണിക്കും 12 മണിക്കും നിങ്ങളുടെ ഉള്ളിലാ ക്രിസ്തു. നിങ്ങൾ അവനോടൊപ്പം നടക്കുന്ന ജീവിത രീതിയാണ്. അതാണ് തികവിലേക്കുള്ള വഴി. അതിൽ കുറഞ്ഞതൊന്നും ക്രിസ്തീയമല്ല. ആമേൻ. ഒരു കുട്ടി സൺഡേ സ്കൂളിൽ പോയിച്ച് വീട്ടിൽ വന്ന് ഡാഡിയോട് പറഞ്ഞു, ഡാഡി ഇന്നൊരു പുതിയ പാട്ട് പഠിപ്പിച്ചു. നല്ല പാട്ടായിരുന്നു. എന്തായിരുന്നു മോനെ? ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ഫോൺ. 2-3 പ്രാവശ്യം ഈ കോറസ് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുക ഈ കൊച്ചക്ക്. ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ഫോൺ. അപ്പൊ അവന്റെ അമ്മ അകത്തുനിന്ന് കേട്ടു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഫോൺ അല്ല, ത്രോണാ. കൊച്ചിന് ത്രോൺ പരിചയമില്ല, ഫോൺ പരിചയമുണ്ട്. അപ്പൊ കൊച്ചി ഇതും പാടിക്കൊണ്ട് നടക്കുക, ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ഫോൺ. അപ്പൊ അപ്പൻ അമ്മയും കൂടെ തിരുത്താൻ ശ്രമിച്ചു. മോനെ, അങ്ങനെയല്ല. കർത്താവ് സദാസമയം സിംഹാസനം ആക്റ്റീവാണ്, അവൻ സിംഹാസനസ്ഥനാണ് എന്നാ ആ പാട്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. പക്ഷെ ഇവരിത് കൊച്ചു പാടിയത് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഇത് തെറ്റാണെങ്കിലും അതിനകത്തൊരു ശരിയുണ്ട്. ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ഫോൺ. അവര് പറഞ്ഞു, നീ അങ്ങനെ പാടിക്കോ, അതാ നിനക്ക് ഇച്ചിവിടെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു. കാരണം ത്രോണിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലതാ ഫോണിലിരിക്കുന്നത്. 24 മണിക്കൂറും ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ആരുണ്ട് ഇവിടെ? ഞാൻ എടുക്കുകയില്ല. 24 മണിക്കൂറും ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ആരും ഇന്ന് ഈ പന്തലിലില്ല. എന്നാൽ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അവനെയാണ് നീ അകത്ത് സ്വീകരിച്ചത്. 10 കൊല്ലം മുമ്പ് 30 കൊല്ലം മുമ്പ് ഒരു സുവിശേഷ യോഗത്തിൽ വെച്ച് യേശുവിനെ ഞാൻ എന്റെ കർത്താവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ലേ? അവനെ നിനക്ക് 24 മണിക്കൂറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവൻ അത്ര അടുത്താണ്, അവൻ അത്ര അവൈലബിൾ ആണ്. ഒരു സമയത്ത് പോലും ഓൾ ദ റൂട്ട്സ് ആർ യു ആർ ഡയൽ ബൈ ബിസി എന്ന് പറയത്തില്ല. 24 മണിക്കൂറും കർത്താവ് പറയും, ഞാൻ ഇവിടെ ഉണ്ട്, നിന്നെ ഞാൻ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കുകൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഭ്രമിച്ചു നോക്കണ്ട. ഹല്ലേലൂയ. തീയിൽ കൂടെ കടക്കുമ്പോൾ വെന്തുപോകയില്ല. കാരണം ഞാനാണ് നിന്നെ അതിലെ എടുത്തുകൊണ്ട് പോണത്. വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ നദി നിന്നെ മുക്കുകയില്ല. കാരണം ഞാനാണ് നിന്നെ വെള്ളത്തിലൂടെ കടത്തുന്നത്. കാരണം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, നീ ഞങ്ങളെ തീയിലും വെള്ളത്തിലും കൂടെ കടക്കുവാറാക്കി. വെള്ളപ്പൊക്കം ഉള്ളിടത്തൂടെ അപ്പൻ മകനെ തോളലെടുത്തോണ്ട് നടന്നു പോണ പോലെയാ ദൈവ പൈതൽ വെള്ളത്തിൽ കൂടെ കടന്നിട്ടുണ്ട്. ദൈവമക്കൾ തീയിലൂടെയും വെള്ളത്തിലൂടെയും കടന്നിട്ടുണ്ട്. ഈ വർഷത്തിലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നീ ഒറ്റയ്ക്കല്ല ആ തീയിൽ, നീ ഒറ്റയ്ക്കല്ല ആ വെള്ളത്തിൽ. സ്തോത്രം. കൊലോസ്യ ലേഖനം 2:6-7 പൗലോസ് പറയുന്ന രണ്ടാമത്തെ കാര്യം, അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. അത് എപ്പഫ്രാസ് പറഞ്ഞില്ല. കൈക്കൊള്ളുന്ന കാര്യമേ സുവിശേഷകൻ പറഞ്ഞുള്ളൂ. കൂടെ നടക്കുന്ന എക്സ്പീരിയൻസ് അതൊരു ഇടയനാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സഭ എന്ന സത്യം അത്യാവശ്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. ക്രൂസൈഡ് നല്ലതാണ്, കൺവെൻഷൻ നല്ലതാണ്, അതിലൂടെ ആളുകൾക്ക് യേശുവിനെ സ്വീകരിക്കാം. പക്ഷെ സ്വീകരിച്ചവൻ ദൈവവചനത്തിലൂടെ തികവ് പ്രാപിക്കുവാനത്രേ സഭ. സ്തോത്രം. പൗലോസ് പറയുക, കൈക്കൊണ്ടാ പോരാ, കൂടെ നടക്കണം. കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. മൂന്നാമത്തെ കാര്യം, അവനിൽ വേരൂന്നണം. കൈക്കൊണ്ടവർക്ക് കൂടെ നടക്കാൻ പറ്റുള്ളൂ.
കൂടെ നടന്നാലേ വേരൂന്നുള്ളൂ. വേരൂന്നിയാൽ നാലാമത്തെ കാര്യം ആത്മീക വർധന. അഞ്ചാമത്തെ കാര്യം വിശ്വാസത്തിൽ ഉറയ്ക്കുക. ആറാമത്തെ കാര്യം സ്തോത്രത്തിൽ കവിയുക. ഇങ്ങനെ ക്രിസ്തീയ ജീവിതത്തിന്റെ 6 പടികളാണ് ഈ വാക്യത്തിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഇങ്ങനെ ഓരോ പടി കടന്ന് നാം ആത്മീക വളർച്ച പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു ദുഃഖകരമായ സത്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ തീമ ഈ കാലഘട്ടത്തിന് നമുക്ക് നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവം തന്നതാ. മാനസാന്തരപ്പെട്ടവരുടെ എണ്ണം 2 ലക്ഷം, സ്നാനപ്പെട്ടവരുടെ എണ്ണം 1.5 ലക്ഷം. എന്നാൽ ആത്മീക വളർച്ച പ്രാപിച്ചവരുടെ എണ്ണമോ, ക്രിസ്തീയ പക്വതയിലേക്ക് വന്നവരുടെ എണ്ണമോ? എന്താ ക്രിസ്തീയ പക്വത? എന്താണ് ക്രിസ്തീയ പക്വത? അയ്യോ, നാം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഒന്നുമല്ല. ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതിലേക്ക് ദൈവമക്കൾ വളരണം എന്ന് പഠിപ്പിക്കുകയെങ്കിലും വേണ്ടേ? സ്വത്രം, നിങ്ങൾ ഒരു പാട്ടിന്റെ സ്ഥാനത്ത് 4 പാട്ട് പാടിയാൽ മതിയോ? നിങ്ങൾ കുറച്ചുകൂടെ പരസ്യം നടത്തിയാൽ മതിയോ? അത് സുവിശേഷീകരണമാ. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗം മറക്കരുത്. 2 ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, രക്ഷിക്കപ്പെട്ടവൻ ക്രിസ്തുവിൽ വളരണം, ആ തികവിലേക്ക് വരണം. 2, രക്ഷിക്കപ്പെടാത്തവനെ സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കുന്നതിൽ നാം ഒരല്പം മുന്നോട്ട് വന്നിട്ടുണ്ട് ചില വർഷങ്ങളായിട്ട്. സഭയായി പറഞ്ഞാൽ സുവിശേഷീകരണത്തിൽ അപാര മുന്നേറ്റം ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ജനത്തിന്റെ ക്വാളിറ്റി, സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. കോപത്തിന് കുറവ് വന്നിട്ടുണ്ടോ? വൈരാഗ്യത്തിന് കുറവ് വന്നിട്ടുണ്ടോ? സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? ദ്രവ്യാഗ്രഹം കുറഞ്ഞിട്ടുണ്ടോ? അവനിൽ വേരൂന്നുന്ന അനുഭവം ഇല്ലെങ്കിൽ എന്തിനീ അധ്വാനം? മറ്റ് സംഘടന പോലെ ഒരു സംഘടന കൂടെ ഉണ്ടാക്കുകയാണോ നമ്മുടെ ലക്ഷ്യം? അല്ല. ഏതു മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവൻ, ക്രിസ്തുവിൽ തികഞ്ഞവൻ, ക്രിസ്തുവിൽ തികഞ്ഞവൻ. അതിനാ സുവിശേഷ യോഗം, അതിനാ കൺവെൻഷൻ, അതിനാ പാട്ടുപുസ്തകം, അതിനാ കൊയർ. ഹല്ലേലൂയ. അതിൽ കുറഞ്ഞതൊന്നുകൊണ്ടും നാം തൃപ്തിപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ഈ തികവ് ഒരു ദിവസം കൊണ്ട് നടക്കത്തില്ല. ലക്ഷ്യത്തിൽ നിന്ന് മാറി 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 പോകുവാൻ നമുക്കാർക്കും ഇടവരാതിരിക്കട്ടെ. ലക്ഷ്യത്തിൽ നിന്ന് മാറി മാറി പോകുവാൻ നമുക്കാർക്കും ഇടയാകാതിരിക്കട്ടെ. കാട്ടുപോത്തിനെ വെടിവെക്കുവാൻ പോയ മനുഷ്യൻ പോത്തിന്റെ ഓട്ടം കണ്ടുകൊണ്ട് പുറകെ പോയപ്പോൾ പെട്ടെന്നൊരു മാൻ ചാടുന്ന കണ്ടു. ഉടനെ എന്നാ ഇനി അതിന്റെ പുറകെ ആട്ടെന്ന് വെച്ചു. അപ്പൊ കിലോ എത്ര പോയെന്നറിയാവോ? 2000 കിലോയിൽ നിന്ന് 150 കിലോയിലെത്തി. ലക്ഷ്യം മാറുന്നത് അറിയുന്നില്ല. ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും നല്ല ഓട്ടമാ. തോക്ക് കയ്യിലുണ്ട് താനും. പഴയ ഓട്ടം തന്നെയാ. വീഡിയോയിൽ എടുത്താൽ ഇവൻ ഓടുക എന്ന് തോന്നും. പക്ഷെ ഇവനിപ്പോ എന്തിനു പുറകെ ഓടുന്നു? ഇച്ചിരി കഴിഞ്ഞപ്പോഴാ മാൻ നല്ല സ്പീഡല്ലേ, അതെങ്ങോട്ടാ പോയി നോക്കുമ്പോ ഒരു മയില് ചാടുന്നു. എന്നാ അതിന്റെ പുറകെ ഓടാ. പുള്ളി പഴയ പോലെ തന്നെ ഇപ്പോഴും ഓടുന്നുണ്ട്. തോക്കിന്റെ പിടുത്തം കണ്ടാ തോന്നും പഴയ തന്നെയാണ്. പക്ഷെ ഇപ്പൊ മയിലാ മുമ്പില്. അതിനെയും കിട്ടുമെന്ന് തോന്നുന്നില്ല. ലക്ഷ്യത്തിൽ നിന്ന് മാറുന്ന കണ്ടോ? എന്തിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചു എന്ന് ഓർക്കുക. ഭൂരിപക്ഷം വിശ്വാസികളോട് ഒരു ദൂത് പറഞ്ഞോട്ടെ. ആരൊക്കെ ലക്ഷ്യത്തിൽ വന്നു എന്നുള്ളത് നിനക്ക് പ്രശ്നമല്ല. ലക്ഷ്യം എന്താന്ന് ഓർക്കുക, അതിനു വേണ്ടി ഓടുക. ഒന്നും ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അതെ,
നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കൺവെൻഷനിലെ ദൂതുകൾ ആ ദിവ്യ ദൗത്യത്തിലേക്ക്, ദിവ്യ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കട്ടെ. കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടാൽ പോരാ, അവൻ്റെ കൂട്ടായ്മയിൽ നടക്കാം, അവനിൽ വേരൂന്നണം. വേരൂന്നേണ്ടത് യേശു എന്ന വ്യക്തിയിലാണ്, സംഘടനയിൽ അല്ല. യേശുവിൽ വേരൂന്നുക. ഒരാളുടെ ക്രിസ്തുവിലുള്ള വേര് അറിയണമെങ്കിൽ 10 മിനിറ്റ് വർത്തമാനം പറഞ്ഞാൽ മതി. ഒരാളുടെ ക്രിസ്തുവിലുള്ള ഗ്രോത്ത്, ഡെപ്ത് അറിയാൻ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ അറിയാം. വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. അതെ, അവർ ക്രിസ്തുവിൽ വേരിറങ്ങിയിട്ടില്ല. സമയം നമ്മുടെ തീരുന്നു. നമ്മുടെ മുമ്പിലുള്ള ആ വലിയ ലക്ഷ്യത്തിനായി നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാണ്.